ഹായ് ഹലോ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ താങ്ങും തണലും വേദന എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താങ്ങും തണലും കൂട്ടുചേർന്നുള്ള ജീവിതമാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ. ഈ ജീവിത രീതിയിൽ എല്ലാവരും തുല്യരാണ്. ഇവിടെ എല്ലാവർക്കും ചുമതലകളുണ്ട്. ഈ ചുമതലകൾ എല്ലാവരും ചെയ്യുമ്പോഴാണ് തുല്യത ഉണ്ടാവുന്നത്. താഴെ കൊടുത്ത രചന വായിക്കൂ. വേദന. നടവഴിയിൽ കണ്ട കുപ്പിച്ചില്ല് ഞാനെന്തേ എടുത്തു മാറ്റിയില്ലേ? ചെരിപ്പിട്ട കാലുകൊണ്ട് ഒന്ന് തട്ടി മാറ്റാനും തോന്നിയില്ല. തൊട്ടു പിന്നാലെ വന്ന ഏതോ ഒരു കുഞ്ഞിക്കാലടിയിൽ അത് കുത്തിക്കേറിയിട്ടുണ്ടാവില്ലേ? വാവിട്ട നിലവിളിയോടെ വഴിനീളെ ചോരയൊലിപ്പിച്ച് ഒറ്റക്കാലിൽ തത്തി എൻ്റമ്മേ. സുഖേതി എഴുതിയ ഒരു ചെറിയൊരു കവിതയുടെ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേദന എന്നാണ് കവിതയുടെ പേര് അല്ലേ. നടവഴിയിൽ കണ്ട കുപ്പിച്ചില്ല് അല്ല, ഒരാൾ നടന്നു പോകുമ്പോൾ എന്താണ് കുറച്ച് കുപ്പിച്ചില്ല് വഴിയിൽ കണ്ടു, പക്ഷെ അത് എടുത്തു മാറ്റിയില്ലേ എന്നവർ ചോദിക്കുകയാണ്. അവരോട് തന്നെ ചോദിക്കുകയാണ്. ചെരിപ്പിട്ട കാലുകൾ കൊണ്ട് ഞാൻ ചെരുപ്പിട്ടിട്ടുണ്ട്, അതൊന്ന് തട്ടി മാറ്റാനും എനിക്ക് തോന്നിയില്ല. തൊട്ടു പിന്നാലെ എൻ്റെ പിന്നാലെ ഏതെങ്കിലും ഒരു കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ അറിയാതെ അത് ചവിട്ടിയിട്ടുണ്ടായിരിക്കും. അത് കാലിൽ കുത്തിക്കേറി വാവിട്ട നിലവിളിയോടെ വഴിയിൽ നീരെ ചോരയൊലിപ്പിച്ചിട്ട് ഒറ്റക്കാലിൽ ഇങ്ങനെ കൊക്കി പോയിട്ടുണ്ടായിരിക്കും എൻ്റെ അമ്മേ എന്ന് സങ്കടപ്പെടുന്ന ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇവിടെ ഒരു കുട്ടി കുപ്പിച്ചില്ല് കൊണ്ട് വേദനിക്കുന്ന ഒരു ചിത്രവും ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പൊതുവഴിയിലെ കുപ്പിച്ചില്ല് എടുത്തു മാറ്റുന്നത് നമ്മുടെ ചുമതലയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ എഴുതാം? പൊതുവഴിയിൽ കാണുന്ന കുപ്പിച്ചില്ല് എടുത്തു മാറ്റിയില്ലെങ്കിൽ അത് പുറകെ വരുന്നവരുടെ കാലിൽ കൊണ്ട് മുറിവാകും. അങ്ങനെ സംഭവിച്ചാൽ ആ മുറിവിൻ്റെ ഉത്തരവാദി നാം ആണ്. അതുകൊണ്ട് പൊതുവഴിയിൽ കാണുന്ന കുപ്പിച്ചില്ല് എടുത്തു മാറ്റേണ്ട ചുമതല നമുക്കുണ്ട്. രണ്ടാമത്തെ ചോദ്യം, എല്ലാവരും കുപ്പിച്ചില്ലു കാലിൽ കൊള്ളാതെ നടക്കണം എന്ന് പഠിപ്പിച്ചാൽ പോരെ? നാം വഴിയിലെ കുപ്പിച്ചില്ല് എടുത്തു കളയുന്നതെന്തിന്? എല്ലാവരും കുപ്പിച്ചില്ല് കാലിൽ കൊള്ളാതെ നടക്കണമെന്ന് പഠിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം അത് ആദ്യം കാണുന്ന ആൾ തന്നെ എടുത്തു മാറ്റുന്നതല്ലേ? അടുത്ത ചോദ്യം, എൻ്റമ്മേ എന്ന് ആരായിരിക്കും നിലവിളിച്ചത്? കാലിൽ കുപ്പിച്ചില്ല് കൊണ്ട കുട്ടിയോ അതോ കുപ്പിച്ചില്ലു കണ്ടിട്ടും വഴിയിൽ നിന്നു മാറ്റിയിടാത്തയാളാണോ? എന്താണ് നിലവിളിക്കാൻ കാരണം? കുപ്പിച്ചില്ല് കണ്ടിട്ടും വഴിയിൽ നിന്നും മാറ്റിയിടാത്ത ആളാണ് എൻ്റമ്മേ എന്ന് നിലവിളിച്ചത്. കാരണം കുപ്പിച്ചില്ല് കാലിൽ കുത്തിക്കയറി വഴി നീളെ ചോര ഒലിപ്പിച്ച ഒറ്റക്കാലിൽ തത്തി വാവിട്ട് നിലവിളിച്ചു വരുന്ന കുട്ടിയെ ഓർത്താണ് അയാൾ എൻ്റമ്മേ എന്ന് നിലവിളിച്ചത്. അടുത്ത ചോദ്യം, വഴിയിലെ കുപ്പിച്ചില്ലെടുത്തു കളയഞ്ഞ കാര്യം മാത്രമാണോ ഈ രചനയിൽ പറയുന്നത്? മറ്റെന്തെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്? തനിക്ക് ഒഴിവാക്കാമായിരുന്ന ഒരു അപകടം തൻ്റെ ഉത്തരവാദിത്തക്കുറവ് കൊണ്ട് മറ്റൊരാൾക്ക് ആപത്തായി മാറരുത്. അങ്ങനെ സംഭവിച്ചാൽ അതിന് ഉത്തരവാദി താൻ തന്നെ ആയിരിക്കും എന്നും ഈ രചനയിൽ പറയുന്നുണ്ട്. ജനാധിപത്യത്തിൽ എല്ലാവർക്കും ചുമതലകൾ ഉണ്ട്. ആ ചുമതലകൾ ഏറ്റെടുക്കണമെന്നും ഈ രചനയിൽ പറയുന്നു. അടുത്ത ചോദ്യം, കുപ്പിച്ചില്ലു വഴിയിൽ നിന്നു മാറ്റിയിടാതെ പോയ മനുഷ്യൻ ചില്ലു തട്ടി കാലിൽ മുറിവ് പറ്റിയ കുട്ടിക്ക് എഴുതുന്ന കത്ത് എപ്രകാരമായിരിക്കും? എഴുതൂ. എങ്ങനെ എഴുതാം? പ്രിയപ്പെട്ട മകനെ, മോൻ്റെ കാലിൻ്റെ മുറിവ് ഇപ്പോൾ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ആ വഴിയിൽ ഞാൻ കുപ്പിച്ചില്ല് കണ്ടിരുന്നു. എന്നാൽ എൻ്റെ സമയത്തിരക്ക് കാരണം എനിക്കത് മാറ്റിയിടാൻ സാധിച്ചില്ല. അത് ഞാൻ എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ നിൻ്റെ കുഞ്ഞിക്കാലിൽ മുറിവ് പറ്റില്ലായിരുന്നു. നിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വേദനയുണ്ട്. നീ എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ ഞാൻ പെരുമാറില്ല. നിന്റെ മുറിവ് പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞിട്ട് പേരെഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് കത്ത് എഴുതേണ്ടത്. ഇനി അടുത്ത ലാസ്റ്റ് ചോദ്യം എന്താണ്? ഈ ഒരു പേജിൽ നൽകിയ 2 ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവോ? അവയെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. മുകളിൽ കൊടുത്ത ചിത്രം കണ്ടില്ലേ നിങ്ങൾ? ഒരുപാട് ആളുകൾ തിക്കും തിരക്കുമായിട്ട് കയറുന്നുണ്ട്. ഒരു കുട്ടി ഊന്നുപടി താങ്ങി നിൽക്കുന്നുണ്ട്. താഴെയുള്ള ചിത്രത്തിൽ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് അവിടെ എഴുതിയിട്ടും അവിടെ കൊണ്ട് മാലിന്യം തള്ളി നീക്കുന്ന ഒരു യുവാവും യുവതിയുമാണ് അല്ലേ.
ചിത്രത്തിൽ കാണുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വീട്ടിലെ മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്ന ഒരു ചിത്രം ഇവിടെ കാണാം. എറിയുന്ന സ്ഥലത്ത് മാലിന്യം ഇവിടെ നിക്ഷേപിക്കരുത് എന്ന് ബോർഡ് കാണാം. സ്വന്തം വീട്ടിലെ മാലിന്യം ഒഴിവാക്കുക എന്നേ അവർക്കുള്ളൂ. എന്നാൽ പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതിലൂടെ ദുർഗന്ധവും പകർച്ചവ്യാധിയും നാട്ടിൽ പരക്കുന്നു. ഇത് മാലിന്യം വലിച്ചെറിയുന്നവർക്കും ബാധിക്കും എന്ന് അവർ ഓർക്കുന്നില്ല. ഇവിടെ ആദ്യത്തെ ചിത്രത്തിൽ ആളുകൾക്ക് കയറാൻ ബസ് നിർത്തിയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ബസ്സിൽ കയറുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്നതിനു പകരം അതിനിടയിലൂടെ തിക്കും തിരക്കും കൂട്ടുന്ന ആളുകളെ കാണാം. എന്നാൽ പിറകിൽ ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടി നിൽക്കുന്നത് ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യനും കാണുന്നില്ല. എല്ലാവരും സ്വന്തം കാര്യത്തിന് വേണ്ടി തിരക്കിലാണ്. ഇത്രയുമാണ് ഈ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതിയെടുക്കുക. ഇത്രയാണ് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങളെ വിലയേറിയ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ വേണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.